വഞ്ചിതരായി മുനമ്പം നിവാസികൾ. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. പ്രശ്നം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ന്യായമായ പരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഭൂമി വഖഫ് സ്വത്താണെന്ന് രേഖകളൊന്നടങ്കം പറയുന്ന സാഹചര്യത്തില് വഖഫ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം പരിഹാരം. ഞെട്ടലോടെയാണ് മുനമ്പം പ്രശ്നം സംബന്ധിച്ച കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവന കേരളീയ ക്രൈസ്തവ നേതൃത്വവും മുനമ്പം സമരസമിതി ഭാരവാഹികളും കേട്ടത്. വഖഫ് ഭേദഗതി നിയമം മുനമ്പം പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും ഇക്കാര്യത്തില് മുനമ്പത്തെ കുടിയേറ്റക്കാര് സുപ്രീം കോടതി വരെ നീളുന്ന നിയമപോരാട്ടം നടത്തേണ്ടി വരുമെന്നുമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ അംഗീകരിച്ചതിന് പ്രധാനമന്ത്രിക്ക് നന്ദി പ്രകടിപ്പിക്കാനെന്ന പേരില് മുനമ്പത്ത് സംഘടിപ്പിക്കപ്പെട്ട യോഗത്തില് മന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. ബിൽ നിയമമാകുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും മുനമ്പത്തെ സമരപ്പന്തല് പൊളിച്ചു മാറ്റി വീടുകളിലേക്ക് മടങ്ങാമെന്നുമായിരുന്നു സമരക്കാരുടെ പ്രത്യാശ. ഈ വിശ്വാസത്തിലാണ് വഖഫ് ഭേദഗതി ബില്ലിന് കേരളത്തിലെ ക്രിസ്തീയ നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചതും പാർലമെന്റില് ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ എംപിമാരോട് ആവശ്യപ്പെട്ടതും. ഞങ്ങള് ചതിക്കപ്പെട്ടുവെന്നാണ് മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയോടുള്ള മുനമ്പം സമരസമിതി കൺവീനർ ജോസഫ് ബെന്നിയുടെ പ്രതികരണം. വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങൾക്ക്. കിരൺ റിജിജുവിന്റെ പ്രസ്താവന അത് നഷ്ടമാക്കി. ബി.ജെ.പി. നേതാക്കൾ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇനിയെവിടെ നിന്നാണ് നീതി ലഭ്യമാവുക? എത്ര കടമ്പ കടക്കണം നീതി ലഭിക്കണമെങ്കിൽ? ഇനിയെങ്ങോട്ട് ദീർഘമായ നിയമപോരാട്ടം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമാകുന്നില്ലേ ഇന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കരയും മുനമ്പം സമരസമിതി രക്ഷാധികാരി ഫാദർ ആന്റണി സേവ്യറും മാധ്യമങ്ങളോട് തങ്ങളുടെ നിരാശ അറിയിച്ചു. വഖഫ് നിയമ ഭേദഗതിയില് മുൻകാല പ്രാബല്യം കൊണ്ടുവരികയെന്ന ആവശ്യം കേന്ദ്രം പരിഗണിക്കാതിരുന്നത് നിരാശാജനകമാണ്. വഖഫ് നിയമ ഭേദഗതി കൊണ്ട് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല. ഇന്ത്യന് പൗരന്മാരെന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളില് നിയമപരമായി മാത്രമേ ഭരണഘടന ഉറപ്പുനൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കാനാവുകയുള്ളൂ. നിയമപരമായി മുന്നോട്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞത്. ഇതേ സ്വരത്തിലായിരുന്നു ഫാദർ ആന്റണി സേവ്യറുടെ പ്രതികരണവും. ഇന്ന് രാത്രി മുതൽ ഭൂമിയുടെ റവന്യൂ അധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നാളെ തൊട്ട് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസുകളിൽ പോയി ഭൂമിയുടെ കരമൊടുക്കാമെന്നായിരുന്നു വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റ് അംഗീകരിച്ചതിനു പിന്നാലെ മുനമ്പത്തുകാരോട് ബി.ജെ.പി. നേതാക്കളുടെ പ്രഖ്യാപനം. ഇതില് വിശ്വസിച്ച് മുനമ്പത്തുകാർ ആഹ്ലാദ പ്രകടനം നടത്തുകയും നന്ദി പ്രകാശനമായി ഏതാനും പേര് ബി.ജെ.പിയിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. എല്ലാം അബദ്ധമായെന്നും തങ്ങള് വഞ്ചിക്കപ്പെടുകയായിരുന്നുവെന്നും സമരസമിതിക്കും ക്രിസ്തീയ നേതൃത്വത്തിനും ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കണം. ബി.ജെ.പിയെ വിശ്വസിച്ച് ബില്ലിനെ പിന്തുണക്കുന്നത് ഖേദത്തിനിടയാക്കുമെന്ന് ചില ക്രിസ്തീയ പുരോഹിതന്മാര് തന്നെ സഭാ നേതൃത്വത്തെ ഉണർത്തിയിരുന്നതാണ്. അന്ന് സഭാ നേതൃത്വം അത് ഗൗരവമായെടുത്തില്ല. നിയമ പോരാട്ടം തുടരാനാണ് മുനമ്പം കുടിയേറ്റക്കാരുടെ തീരുമാനമെങ്കിലും ഈ വഴി അത്ര സുഗമമല്ലെന്നാണ് വിവാദ ഭൂമിയെക്കുറിച്ച് ഫാറൂഖ് കോളേജ് പറവൂര് സബ് കോടതിയില് നൽകിയ സത്യവാങ്മൂലവും വഖഫ് ബോർഡ് ട്രൈബ്യൂണലില് നൽകിയ മൊഴിയും വ്യക്തമാക്കുന്നത്. മുനമ്പം ഭൂമി വഖഫ് സ്വത്താണെന്ന് ഫാറൂഖ് കോളേജ് സബ് കോടതിയില് നൽകിയ സത്യവാങ്മൂലത്തില് സംശയത്തിനിടമില്ലാതെ പറയുന്നു. മുനമ്പത്തെ ആധാരത്തില് 2 സ്ഥലങ്ങളില് ഭൂമി വഖഫാണെന്ന് പരാമർശിക്കുന്നതായി ട്രൈബ്യൂണലിലെ വഖഫ് ബോർഡിന്റെ മൊഴിയും വ്യക്തമാക്കുന്നു. 1964 നവംബർ 14 നിയമസഭയില് ഒരു അടിയന്തര പ്രമേയത്തിനുള്ള മറുപടിയില് അന്നത്തെ ആഭ്യന്തരമന്ത്രി പി.ടി. ചാക്കോയും മുനമ്പം ഭൂമി വഖഫ് സ്വത്താണെന്നും 1950 ഇടപ്പള്ളി SRO ഓഫീസില് വഖഫായാണ് 404.76 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടതെന്നും വെളിപ്പെടുത്തിയിരുന്നു. ബി.ജെ.പി. നേതൃത്വത്തിനും അറിയാത്തതല്ല പുതിയ നിയമം കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹൃതമാവുകയില്ലെന്ന്. ബില്ലിന് ക്രിസ്തീയ നേതൃത്വത്തിന്റെ പിന്തുണ നേടുന്നതിന് സഭാ നേതൃത്വത്തെയും സമരക്കാരെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം. ബിൽ അവതരണ വേളയില് മന്ത്രി കിരൺ റിജിജുവും പാർലമെന്റിലെ ചർച്ചാവേളയില് കേരളത്തില് നിന്നുള്ള ബി.ജെ.പി. പ്രതിനിധി സുരേഷ് ഗോപിയും മുനമ്പം എന്ന് ആവർത്തിച്ചു പറഞ്ഞത് തനി തട്ടിപ്പായിരുന്നുവെന്ന് വ്യക്തം. സംസ്ഥാനത്ത് സാമുദായിക വിഭജനം സൃഷ്ടിച്ച് കലക്കുവെള്ളത്തില് നിന്ന് മീൻപിടിക്കുക മാത്രമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അതിലപ്പുറം മുനമ്പത്തുകാരോടോ ക്രിസ്തീയ സമൂഹത്തോടോ ഒരു താത്പര്യവുമില്ല. കേരളത്തില് ക്രിസ്തീയ വിഭാഗവുമായി ചങ്ങാത്തത്തിന് ശ്രമിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളില് കടുത്ത അതിക്രമമാണ് ക്രിസ്തീയ വിശ്വാസികൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരെ ബി.ജെ.പി. ഭരണകൂടങ്ങളും സംഘപരിവാര സംഘടനകളും നടത്തിവരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയത്തില് ക്രിസ്തീയ വിശ്വാസികൾക്ക് കുരുത്തോല പ്രദർശനത്തിനുള്ള അനുമതി പോലും നിഷേധിക്കപ്പെട്ടു. പ്രശ്നം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ ന്യായമായ പരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഭൂമി വഖഫ് സ്വത്താണെന്ന് രേഖകളൊന്നടങ്കം പറയുന്ന സാഹചര്യത്തില് വഖഫ് നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം പരിഹാരം. വഖഫ് സ്വത്തുക്കള് വിൽക്കാനോ മറ്റാർക്കും അന്യാധീനപ്പെടുത്താനോ പാടില്ലെന്ന നിയമം പാലിക്കപ്പെടണം. അതേസമയം വസ്തുത അറിയാതെ ഭൂമി വിലയ്ക്ക് വാങ്ങിയ മുനമ്പത്തെ താമസക്കാരെ വഴിയാധാരമാക്കുകയുമരുത്.
അവരെ പുനരധിവസിപ്പിക്കാൻ പദ്ധതിയാവിഷ്കരിച്ച് 404.76 ഏക്കർ ഭൂമി വഖഫായി നിലനിർത്തുകയാണ് ന്യായയുക്തമായ പരിഹാരം.